നീണ്ട 3 മാസത്തെ കടുത്ത പ്രതിസന്ധികൾക്കും അണിയറ നീക്കങ്ങൾക്കും ഒടുവിൽ സ്പെഷ്യൽ സെക്രട്ടറിയായ CS ശരത്ചന്ദ്രനെ തൊഴിൽ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഉത്തരവിട്ടിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഉറച്ച പിന്തുണയും ശരത്ചന്ദ്രനെ അല്ലാതെ മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി വേണ്ടെന്ന മന്ത്രി ബിന്ദു കൃഷ്ണയുടെ വിട്ടുവീഴ്ചയില്ലാത്ത വാശിയുമാണ് ഈ വൻ തിരിച്ചുവരവിന് വഴി തുറന്നത്. 30 വർഷത്തിലേറെ നീണ്ട ഔദ്യോഗിക ഭരണപരിചയ സമ്പത്തുള്ള CS ശരത്ചന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. KC വേണുഗോപാൽ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായും പിന്നീട് KC ടൂറിസം ദേവസ്വം മന്ത്രിയായിരിക്കെ തന്ത്രപ്രധാനമായ PA തസ്തികയിലേക്കും ശരത്ചന്ദ്രൻ തിളങ്ങി. ഹോം സെക്രട്ടേറിയറ്റ് സെക്ഷനിൽ സെക്ഷൻ ഓഫീസറായിരിക്കെ ഡൽഹിയിൽ വെച്ച് റിപ്പബ്ലിക് ഡേ ഓഫീസേഴ്സ് മെഡൽ ഉൾപ്പെടെയുള്ള ദേശീയ ആദരവുകൾ ഏറ്റുവാങ്ങി തന്റെ മികച്ച ഭരണപാടവം തെളിയിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ടൂറിസം വകുപ്പിൽ അണ്ടർ സെക്രട്ടറിയായും ഡെപ്യൂട്ടി സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ച് ജോയിന്റ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ലഭിച്ച സമയത്താണ് സംസ്ഥാനത്ത് LDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. ഉറച്ച കോൺഗ്രസ് സഹതാപി എന്ന ലേബലുള്ളതിനാൽ തുടർന്നുള്ള 9 വർഷത്തോളം കടുത്ത രാഷ്ട്രീയ വൈരാഗ്യത്തിനും പ്രതികാര നടപടികൾക്കുമാണ് അദ്ദേഹം ഇരയായത്. സെക്രട്ടേറിയറ്റിലെ തന്ത്രപ്രധാന വകുപ്പുകളിൽ നിന്നും ബോധപൂർവം അകറ്റി നിർത്തി 9 വർഷത്തിലേറെ കാലം പുറത്തുള്ള വിവിധ സ്ഥാപനങ്ങളിലെ പോസ്റ്റിംഗുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു. കിർത്താഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കോഴിക്കോട് നോർക്ക റൂട്ട്സ് ഒതന്റിഫിക്കേഷൻ ഓഫീസർ, കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് CEO, ഹോർട്ടികോപ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, AFRD അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ പദവികളിൽ ഒതുക്കി അദ്ദേഹത്തെ വലച്ചു. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം തന്റെ സർവീസ് മികവ് കൊണ്ട് അതിജീവിച്ച് സ്പെഷ്യൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നേടിയ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ, രാജീവ് ഗാന്ധി സിവിൽ ഏവിയേഷൻ അക്കാദമി എന്നിവിടങ്ങളിലെ സേവനത്തിന് ശേഷമാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെത്തിയത്. സംസ്ഥാനത്ത് പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരം ഏറ്റെടുക്കുകയും മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ശരത്ചന്ദ്രന്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തതോടെയാണ് സ്വന്തം പാർട്ടിയിലെ ചില എതിരാളികൾ അവസാനടവും പുറത്തെടുത്തത്. ശരത്ചന്ദ്രന് RSS BJP ബന്ധമുണ്ടെന്ന് ആരോപിച്ച് തേക്കട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുഖേന മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി നിയമനം തടയാൻ വരെ അവർ കിടഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ വട്ടപ്പാറ സ്വദേശിയായ ശരത്ചന്ദ്രൻ എന്നും കോൺഗ്രസ് ആശയങ്ങളോട് ചേർന്നു നിൽക്കുന്ന വ്യക്തിയാണെന്നും ആരോപണങ്ങൾ തികച്ചും വ്യാജമാണെന്നും വ്യക്തമാക്കി വെമ്പായത്തെയും വട്ടപ്പാറയിലെയും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് ശക്തമായ പ്രതിരോധമൊരുക്കി. പ്രാദേശിക നേതൃത്വം പിന്തുണയുമായി എത്തിയതോടെ ശത്രുക്കൾ മെനഞ്ഞ തിരുക്കഥകൾ തകർന്നടിഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനകളുടെയും പ്രാദേശിക എതിർപ്പുകളുടെയും പേരിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾ പൊളിഞ്ഞതോടെ KC വേണുഗോപാൽ ശരത്ചന്ദ്രനായി ഉറച്ച നിലപാടെടുത്തു. തന്റെ ഓഫീസിന്റെ അമരത്ത് ശരത്ചന്ദ്രൻ അല്ലാതെ മറ്റൊരാൾ ഉണ്ടാകില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയും കട്ടായം പറഞ്ഞു. ഈ ഓഫീസ് വഴി ശുപാർശ നൽകി കാത്തിരുന്ന 3 മാസങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മന്ത്രി ബിന്ദു കൃഷ്ണ വഴങ്ങിയില്ല. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്കിടെ KC വേണുഗോപാലുമായി നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിയമനത്തിന് പച്ചക്കൊടി ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നതിലും വിവിധ വകുപ്പ് സെക്രട്ടറിമാരുമായും IAS ഉദ്യോഗസ്ഥരുമായും ഏകോപനം നടത്തുന്നതിലും പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് വലിയ പങ്കാണുള്ളത്. ഭരണം വന്ന് 3 മാസം കഴിഞ്ഞിട്ടും ഈ പ്രധാന പദവി ഒഴിഞ്ഞു കിടക്കുന്നത് ഭരണതലത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. ഒടുവിൽ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളെയും അട്ടിമറികളെയും അതിജീവിച്ച് തന്റെ ഭരണപാടവത്തിന്റെ കരുത്തിൽ വട്ടപ്പാറക്കാരൻ CS ശരത്ചന്ദ്രൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കസേരയുറപ്പിക്കുകയാണ്.